രാജ്യത്തിന്റെ പൊതുകടം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 100% കവിയുമെന്ന് IMF. കടം കൂടുന്നുവെന്ന കാരണം പറഞ്ഞ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭീമമായ കടബാധ്യതയെക്കുറിച്ച് IMF മുന്നറിയിപ്പ് നൽകുന്നത്. ഭീമമായ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ കടബാധ്യത കുതിച്ചുയരുകയാണ്. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേന്ദ്രത്തിന്റെ കടബാധ്യത മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 100%-ത്തിലും അധികമാകുമെന്ന് IMFന്റെ വാർഷിക കൺസൾട്ടീവ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ രാജ്യത്തിന്റെ കടബാധ്യത 205 ലക്ഷം കോടിയായി ഉയർന്നതായി റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്രമെടുക്കുന്ന കടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള അടിസ്ഥാന മേഖലയിലല്ല ചെലവഴിക്കുന്നത്, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് ഇളവുകളും ആനുകൂല്യങ്ങളും നൽകാനായാണ്. ഇനി സംസ്ഥാനങ്ങളുടെ കടബാധ്യതയുടെ കണക്കെടുക്കാം. 1-ാം സ്ഥാനം തമിഴ്നാടിനാണ്, 2-ാമത് UP, 3-ാം സ്ഥാനം പശ്ചിമ ബംഗാൾ. രാജസ്ഥാൻ, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ. എന്നാൽ കടബാധ്യതയിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ പോലുമില്ലാത്ത കേരളത്തെയാണ് മോദി സർക്കാർ കടം വാങ്ങാൻ അനുമതി നൽകാതെ സാമ്പത്തികമായി ഞെക്കിപ്പിഴിയുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.